ഇന്നലെയാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നടൻ വിജയ് ഡൽഹിയിലെത്തി CBIക്ക് മുന്നിൽ ഹാജരായത്. ഇന്നലെ പ്രാദേശിക ഭരണകൂടത്തിനെതിരെയാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ആക്ഷേപം ഉന്നയിച്ചത്. ഇന്നും വിജയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഹാജരാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പൊങ്കൽ ആഘോഷമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇത് കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യം വിജയ് മുന്നോട്ട് വച്ചിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാബിജ് തുടരുന്നുണ്ട്. അജയ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക ഭരണകൂടമാണ് ദുരന്തത്തിന് കാരണക്കാരെന്നായിരുന്നു വിജയുടെ പൂർണ്ണമായ മൊഴി. എല്ലാ ചോദ്യങ്ങൾക്കും വിജയ് ഉത്തരം നൽകാൻ തയ്യാറായോ? എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, നിലവിൽ ലഭിക്കുന്ന ഒരു സൂചന അനുസരിച്ച് വിജയോട് 35 ചോദ്യങ്ങളാണ് CBI പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വിജയ് ഒരു സാക്ഷി എന്നുള്ള നിലയിലാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. അതിൽ വിജയ് എന്തുകൊണ്ടാണ് ഏതാണ്ട് 7 മണിക്കൂറോളം ലേറ്റായിട്ടാണ് വിജയ് കരൂരിലെത്തിയത്, എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകാനുണ്ടായ കാരണം, അതുപോലെ തന്നെ ഇത്ര പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്ത ശേഷം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ കരൂർ വിട്ട് ചെന്നൈയിലേക്ക് എത്തിയത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ താരത്തിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം താരം നൽകിയിരുന്നു. 10ഓളം അഭിഭാഷകരടങ്ങുന്ന സംഘത്തിനോടൊപ്പമാണ് വിജയ് ഇപ്പോൾ CBI ആസ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു സജ്ജമായിട്ടുള്ള രീതിയിലാണ് വിജയ് ചോദ്യങ്ങളെ നേരിട്ടിരുന്നത്. 5 മണിക്കൂർ താരത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ ഇനിയും അവസാനിച്ചിട്ടില്ല, ഇനിയും അത് തുടരണം. എന്നാൽ ഈ പൊങ്കൽ ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് വിജയ് CBI അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ താരത്തിൻ്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു CBI. എന്നാൽ പുതുക്കിയ തീയതി അത് എന്നാണെന്ന് ഇതുവരെയും അറിയിച്ചിട്ടില്ല. അതിന് പിന്നീട് അറിയിക്കേണ്ടതുണ്ട്. വിജയ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുടെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ TVKക്കോ വിജയ്ക്കോ ഈ കരൂരിൽ നടന്ന ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ മുൻപ് പലതവണ ആവർത്തിച്ചിട്ടുള്ള കാര്യം അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് വിജയ്. അതായത് ഒരു കൃത്യമായ ഗൂഢാലോചന ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വിജയ് പറയുന്നു. അതുപോലെ TVKക്ക് യാതൊരു ബന്ധവുമില്ല. ഈ കരൂർ വിട്ട് എത്രയും വേഗം ചെന്നൈയിലെത്താൻ കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ഥിതിഗതികൾ വഷളാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോയത് എന്നാണ് വിജയ് പറഞ്ഞത്. അതായത് മുൻപ് ഈ TVKയുടെ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ അടക്കം എന്താണോ CBIയോട് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് വിജയും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. TVK ഒരേ നിലപാട് സ്വീകരിച്ച് അതേ ഒരു നിലപാട് മാറ്റാതെ ആ ഒരു നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, CBIയോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ നേതാക്കളും ചോദ്യം ചെയ്യലിന് കൃത്യമായി ഹാജരായി. മറ്റ് തെളിവ് ശേഖരണത്തിനുൾപ്പെടെ വിജയുടെ വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്ന ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു നിലപാടാണ് TVK സ്വീകരിച്ചിട്ടുള്ളത്. ഈ ആദ്യം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ആഭ്യന്തര അന്വേഷണവും അതുപോലെ SIT അന്വേഷണത്തിനൊന്നും തന്നെ TVK സഹകരിച്ചിരുന്നില്ല. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഗൂഢാലോചന ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു TVKയുടെ ആരോപണം. ഇതുതന്നെയാണ് CBIക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതും. എന്തായാലും ഇനി CBI ഇപ്പോൾ വിജയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ മൊഴിപ്പകർപ്പ് വിജയുടെ അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട്. വിജയുടെ അഭിഭാഷകർ അത് പരിശോധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു കൗതുകം ഉണർത്തുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വിജയെ ചോദ്യം ചെയ്തപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ CBI പകർത്തിയിരുന്നില്ല എന്നതാണ്. സാധാരണ എന്തെങ്കിലും ഒരു ഉന്നത വ്യക്തികളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എവിഡൻസ് കൂടി CBI പകർത്താറുണ്ട്. എന്നാൽ വിജയെ ചോദ്യം ചെയ്തപ്പോൾ മാത്രം ഈ വീഡിയോ പകർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിജയ് ഒരു താരം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ്. എന്നിട്ടും ഈ വീഡിയോ ചിത്രീകരിക്കാതെ ഒരു രേഖാമൂലമുള്ള ചോദ്യം ചെയ്യൽ അതുമാത്രമാണ് CBI സ്വീകരിച്ചിരിക്കുന്നത് എന്നതിവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും മൊഴിപ്പകർപ്പ് ഉൾപ്പെടെ വിജയുടെ അഭിഭാഷകർ പരിശോധിച്ചിട്ടുണ്ട്. ഇനി തുടർ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞ് CBIയുടെ ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് വരുമ്പോഴായിരിക്കും വിജയെ ഏത് തരത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത്. സാക്ഷി എന്നുള്ള നിലയിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇനി മറ്റ് എന്തെങ്കിലും തരത്തിൽ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോൾ വിജയെ മറ്റേതെങ്കിലും നിലയിലേക്ക് മാറ്റുമോ, കൂടുതൽ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായും വിജയ് എന്തായാലും ഇന്ന് CBIക്ക് മുന്നിലേക്കില്ല. തമിഴ്നാട്ടിലെ പൊങ്കൽ പ്രമാണിച്ച് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്ന ആവശ്യം CBI അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.